എൻ്റെ എത്രയും പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ അമ്മയോടും ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലെ ആകുലതകൾ, നിങ്ങൾ മാത്രം നെഞ്ചിലേറ്റി നടക്കുന്ന ചില വലിയ കുടുംബ ഭാരങ്ങൾ, ആരും അറിയാതെ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ സമർപ്പിക്കുന്ന ആ പ്രാർത്ഥനകൾ, ഇന്ന് അതിനൊക്കെ ഒരു വലിയ പ്രതീക്ഷയുടെ ദിവസമാണ്. ഇന്ന് ആത്മാർത്ഥമായി നിങ്ങൾ മനസ്സിൽ കരുതുന്ന ആഗ്രഹങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ അവയ്ക്കൊരു പുതിയ വഴി തുറക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് വരുന്നത് കഠിനമായ ദുരിതങ്ങളുടെ കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട, ഏറ്റവും ശക്തിയാർന്ന മഹാപൗർണമിയാണ്. സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടെ ജന്മം കൊണ്ട് പുണ്യമായ ഗുരു പൂർണിമ കൂടിയായ ഇന്ന് രാത്രി കൃത്യം 8:05 മുൻപായി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുത രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ വഴികളും അടഞ്ഞുവെന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്ന എൻ്റെ അമ്മമാരുടെ മുന്നിലേക്ക് ജഗദീശ്വരൻ നീട്ടിത്തരുന്ന ഒടുവിലത്തെ ആ കച്ചിത്തുരുമ്പായിരിക്കാം ഇന്ന് രാത്രി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ലളിതമായ പ്രാർത്ഥന. അമ്മമാരെ ഒന്ന് ഓർക്കുക, ഇതറിയാതെ പോയാൽ മക്കൾക്ക് നേടിക്കൊടുക്കേണ്ട വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് രാത്രി 8:05 മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴാണ് ചെയ്യേണ്ടത്, വായു വേഗത്തിൽ ഫലം തരുന്ന അത്ഭുതം എന്താണെന്ന് ഒട്ടും വൈകാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എപ്പോഴാണ് നിങ്ങൾ ഇന്ന് ചന്ദ്രനെ നോക്കേണ്ട സമയം, ദ ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ആ ഒരു സമയം എപ്പോഴാണ്? പലരും ചോദിക്കുന്നത് പോലെ പൗർണമി തിഥി ഇന്നലെ വൈകുന്നേരം തന്നെ ആരംഭിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് പകല് മുഴുവൻ ഈ പുണ്യതിഥിയുടെ ഭാഗമായാണ് നാം കാണുന്നത്. പകല് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ലല്ലോ. ജ്യോതിഷ വിധി പ്രകാരം ഈ കർക്കിടക പൗർണമി തിഥി അവസാനിക്കുന്നത് ഇന്ന് രാത്രി കൃത്യം 8:05 അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ആകാശത്ത് ചന്ദ്രോദയം സംഭവിച്ച ശേഷം നമ്മൾ ചന്ദ്രദർശനം നടത്തേണ്ട ഏറ്റവും പുണ്യമേറിയ മുഹൂർത്തം എന്ന് പറയുന്നത് വൈകുന്നേരം കൃത്യം 6:47 മുതൽ രാത്രി 8:05 വരെയുള്ള ഒരു സമയമാണ്. സൂര്യാസ്തമയത്തിന് ശേഷമുള്ള ഈ സന്ധ്യാസമയത്തെ ആചാരപരമായി പ്രദോഷകാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ നെഗറ്റീവ് ഊർജം കുറയുകയും പോസിറ്റീവ് ഊർജം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ചന്ദ്രനെ നോക്കി പ്രാർത്ഥിക്കുന്ന ഏതൊരാഗ്രഹവും അത്രയും വേഗത്തിൽ നടക്കാൻ പോകുന്നു എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് അമ്മമാർ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ഒന്ന് കേൾക്കുക. പൂർണ്ണമായ ശുദ്ധിയോടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ചന്ദ്രനെ കൃത്യമായി കാണാൻ പറ്റുന്ന ടെറസിലോ ഒന്ന് വന്ന് നിൽക്കുക കേട്ടോ. തുടർന്ന് ആ പൂർണ്ണ ചന്ദ്രനെ നോക്കി കൈകൾ കൂപ്പി നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണോ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു കിട്ടേണ്ട ശക്തമായ ഒരു ആഗ്രഹം അമ്മ മനസ്സിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നുണ്ട് കാലങ്ങളായിട്ട്. അല്ലെങ്കിൽ മക്കളുടെ ജീവിതത്തിൽ ഏത് തടസ്സമാണോ മാറേണ്ടത്, മക്കളെ ചൊല്ലി ഒരുപാട് വിഷമിക്കുന്ന അമ്മ മനസ്സുകളാണ് പൂർണ്ണമായും എല്ലാവരും തന്നെ എന്ന് പറയാം. ആ മക്കളെ ചൊല്ലി എന്തെല്ലാം കാര്യങ്ങളിലാണോ അമ്മ വിഷമിക്കുന്നത്, ഇതെല്ലാം ഭഗവാൻ സാക്ഷാത്കരിച്ചു തന്നു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഭക്തിയോടെ മനസ്സിൽ സങ്കല്പിക്കുക. അതായത് അമ്മ മനസ്സിലെ ആ ആഗ്രഹങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു വലിയ സന്തോഷത്തോടെയും നന്ദിയോടെയും ലക്ഷ്മി നാരായണനെ മനസ്സിൽ നിറച്ചുകൊണ്ട് വേണം പൂർണ്ണചന്ദ്രനെ നോക്കി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാനായിട്ട്. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു പ്രാർത്ഥനകൾ, ആ ഒരു സങ്കടങ്ങളെല്ലാം തന്നെ, പ്രാർത്ഥനകൾ എന്ത് തന്നെ ആയാലും അതെല്ലാം ജീവിതത്തോട് ചേർത്ത് തരുകയും സങ്കടങ്ങൾ എന്ത് തന്നെ ആയാലും അതെല്ലാം ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യും സാക്ഷാൽ ചന്ദ്രഭഗവാൻ ലക്ഷ്മി നാരായണ അനുഗ്രഹത്തോടു കൂടി. അതാണ് ഈ കർക്കിടക മാസത്തിലെ മഹാപൗർണമിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ചന്ദ്രനെ തൊഴാൻ പോവുകയാണ്, വെറും കൈയോടുകൂടി പോകാൻ പാടില്ല അല്ലേ. ചന്ദ്രഭഗവാനെ അത്രയും നമ്മൾ ആഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ചുകൊണ്ട് സങ്കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിലെ മഹാപൂർണ്ണ ചന്ദ്രനെ ദർശിക്കാനായിട്ട് പോകുമ്പോൾ അമ്മമാരാരും വെറും കൈയോടെ പോകാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചന്ദ്രനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു തളിക എടുക്കുക. അതായത് നമ്മുടെ വട്ടത്തിലുള്ള ഒരു പ്ലേറ്റ്, ഒരു ട്രേ, എന്തെങ്കിലും നമ്മളുടെ വീട്ടിൽ എന്താണോ സൗകര്യാർത്ഥമുള്ളത് അതെടുക്കുക. അതിലെന്താണ് ചെയ്യേണ്ടത്? അതിൽ കുറച്ച് പച്ചരി വെക്കുക. അതിന് മുകളിലായിട്ട് ഒന്നുകിൽ 3 ഉണക്കമഞ്ഞളിന്റെ കഷ്ണങ്ങൾ വെക്കാം, അല്ലെങ്കിൽ മഞ്ഞൾ കഷ്ണങ്ങളായിട്ടില്ലെങ്കിൽ മഞ്ഞൾപ്പൊടി വെച്ചാലും മതിയാവും, കുഴപ്പമില്ല.
ഒപ്പം നമ്മുടെ വീട്ടിലെ കുറച്ച് നാണയത്തുട്ടുകൾ, ഇത്ര എണ്ണം ഒന്നുമില്ല, ഒരു പിടി നാണയത്തുട്ടുകളും കൂടി അതിന്റെ സൈഡിലൊന്ന് വെക്കുക കേട്ടോ. ഈ 3 വസ്തുക്കളും വെച്ചിട്ട് താലം നമ്മുടെ 2 കൈ കൊണ്ടും പിടിച്ചിട്ട് വേണം ചന്ദ്രഭഗവാനെ ദർശിക്കാനായിട്ട് പോകേണ്ടതായിട്ടുള്ളത്. ടെറസിൽ പോകാം നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് എവിടെയാണോ പൂർണ്ണചന്ദ്രനെ അതിന്റെ അത്രയും പ്രഭയോടുകൂടി നമ്മൾക്ക് കാണാൻ പറ്റുക, ചന്ദ്രഭഗവാന്റെ ആ ഒരു പ്രകാശം, ആ ഐശ്വര്യം നിറഞ്ഞ പ്രകാശം നമ്മുടെ ദേഹത്തേക്കൊന്ന് വീഴണം. അതിന് നമ്മളുടെ അവിടെ വീട്ടിൽ എവിടെയാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങളൊന്ന് നിൽക്കണം ഈ താലം പിടിച്ചുകൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു താലവുമായിട്ട് നമ്മൾ ചന്ദ്രഭഗവാന്റെ അടുത്തേക്ക് ചെന്നു. ചന്ദ്രഭഗവാനെ നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണുകയാണ്. കാണുന്ന ഒരു സമയത്ത് നമ്മളുടെ 2 കൈകളിലുമായിട്ട് ആ താലം ഇരിക്കുകയാണല്ലോ. ചന്ദ്രഭഗവാനെ നോക്കി മനസ്സ് നിറഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് 3 വട്ടം ഒന്ന് ചന്ദ്രഭഗവാനെ നേരെ നോക്കിയിട്ട് ഈ താലം ഒന്ന് ഒഴിയുക കേട്ടോ. അതായത് നമ്മുടെ കൈ ഇങ്ങനെ ഒന്ന് പ്രദക്ഷിണമാക്കുക ചന്ദ്രഭഗവാന്റെ നേരെ നോക്കിയിട്ട് 3 പ്രാവശ്യം. ഈ ഒരു സമയത്ത് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് വേണം ചന്ദ്രഭഗവാനെ നോക്കാൻ. കാരണം ആ ഒരു പൂർണ്ണ ചന്ദ്രന്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത് ലക്ഷ്മി നാരായണ ഭാവമാണ്, ആ ഒരു പ്രകാശമാണ്, ആ ഒരു ഐശ്വര്യമാണ്. നമ്മൾ ആ ഒരു മന്ത്രോച്ചാരണത്തോട് ചന്ദ്രഭഗവാനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും അമ്മമാരുടെ മുൻപിൽ തെളിയുന്നത് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുശേഷം ആ താലം മാറ്റിവെച്ച് 3 വട്ടം ഒഴിഞ്ഞുവല്ലോ, അതിനുശേഷം ആ താലം ഒന്ന് മാറ്റിവെച്ചിട്ട് കൈകൾ കൂപ്പി ലക്ഷ്മി സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേരും നാളും മക്കളുടെ ആ ഒരു മുഖവും മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു വരട്ടെ. ഭഗവാനോട് അവിടെ നിന്നിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക കേട്ടോ. ചന്ദ്രഭഗവാനോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ഈ ഒരു സമയത്ത് നടന്നു കിട്ടേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലാണോ തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നത്, എല്ലാ കാര്യങ്ങളും അമ്മ മനസ്സിൽ എന്തൊക്കെ ആശങ്കകൾ ഉണ്ടോ അതെല്ലാം ചന്ദ്രഭഗവാന്റെ മുൻപിൽ മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക. ഓം ചന്ദ്രായ നമ എന്ന് ഉരുവിട്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറ്റിത്തരണമേ എന്ന് അമ്മ മനസ്സറിഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ ഒരു മഹാപൗർണമിയായ കർക്കിടക പൗർണമി ദിവസം, അതും ഈ ഒരു മുഹൂർത്തം, ഈ 8:05 മുൻപായിട്ടുള്ള ഒരു മുഹൂർത്തത്തില് അമ്മ കണ്ണു നിറഞ്ഞ് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആ ഒരു ആഗ്രഹം ഭഗവാൻ ഒരിക്കലും തട്ടിമാറ്റാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ജീവിതത്തോട് ചേർത്ത് നൽകുക തന്നെ ചെയ്യും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഇത് വെറും ഒരു ആചാരമല്ല, നമ്മുടെ മനസ്സിന് തന്നെ നൽകുന്ന ഒരു ഉറപ്പ് കൂടിയാണ്. ഇനി സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ചന്ദ്രഭഗവാനെ നമ്മൾ 6:47 8:05 മുൻപായിട്ടും കാണേണ്ട ഒരു കാര്യമാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞത്. ഇനിയും സന്ധ്യാസമയത്ത് നമ്മൾ നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന ഒരു സ്ഥലത്ത് എന്തൊക്കെ ചെയ്യണം? പൗർണമി ദിവസമായി ഇന്ന് വൈകുന്നേരം വിളക്ക് വെക്കേണ്ട ഏറ്റവും ഐശ്വര്യമുള്ള ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 6:15 6:40 ഇടയിലുള്ള ഒരു ത്രിസന്ധ്യാ സമയമാണ്. ഈ സമയത്ത് നമ്മൾക്ക് സാധാരണ നിലവിളക്ക് കൊളുത്തുന്നതിനൊപ്പം തന്നെ വീട്ടിലെ ലക്ഷ്മി നാരായണ ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മഹാവിഷ്ണുവിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് വിളക്കും കൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. വലിയ ആഡംബരങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു ചെറിയ പാത്രത്തിൽ ഭഗവാൻ ഒരു നിവേദ്യം നമ്മൾക്ക് സമർപ്പിക്കാം. നമുക്ക് ഈ കർക്കടക പൗർണമി ദിവസം ഒരൽപ്പം പാലും അതിൽ കൽക്കണ്ടവും ഇട്ട് ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത് ഒരിക്കലും ആ വസ്തുവിന്റെ വലുപ്പത്തിലല്ല, അതിന് പിന്നിലുള്ള നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ്. തുടർന്ന് നമ്മൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം 108 തവണ ഭക്തിയോടുകൂടി ജപിക്കുക. നിങ്ങൾക്കറിയാവുന്ന ഭഗവാന്റെ നാമങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് ആ ഒരു സമയത്ത് ജപിക്കാവുന്നതാണ്. ഇനി വിവാഹിതരായ സ്ത്രീകള് നിങ്ങളുടെ കുങ്കുമച്ചെപ്പ് ദേവീ ചിത്രത്തിന് മുന്നിലോ നിലവിളക്കിന് മുന്നിലോ സമർപ്പിച്ചുകൊണ്ട് ദീർഘമാംഗല്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭഗവാന്റെയും ദേവിയുടെയും ചിത്രത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മഞ്ഞളും കുങ്കുമവും ചേർത്താം. അതായത് ഒരു പൊട്ടുപോലെ തൊട്ടുകൊടുക്കാം. മഞ്ഞളും കുങ്കുമവും ചേർത്തിട്ട് ഭഗവാന്റെയും ദേവിയുടെയും ഫോട്ടോയിൽ. ദേവീ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം പോകാൻ സാധിക്കുമെങ്കിൽ ഒരു കുങ്കുമാർച്ചന നടത്തിയാൽ ഏറ്റവും ഐശ്വര്യമാണ്. അങ്ങനെ പ്രാർത്ഥനകൾക്ക് ശേഷം ഭഗവാന് സമർപ്പിച്ച ആ പാലും കൽക്കണ്ടവും പ്രസാദമായിട്ട് വീട്ടിലെല്ലാവർക്കും നൽകാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉറപ്പായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി മഹാപൗർണമി ദിവസം, അതായത് ഈ കർക്കടക പൗർണമി ദിവസം വ്രതശുദ്ധികൾക്കായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ അതീവമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നത് വളരെയധികം ശ്രദ്ധയോടുകൂടി അമ്മമാരെല്ലാവരും കേൾക്കുക. പൗർണമി വ്രതത്തിന്റെ പൂർണ്ണ ഫലം നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ ചില കാര്യങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ടുള്ള കാര്യം, പൗർണമി ദിവസമായി ഇന്ന് രാവിലെ മുതൽ വീട്ടിൽ പൂർണ്ണമായിട്ടും സസ്യഭക്ഷണം മാത്രം പാകം ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
യാതൊരു കാരണവശാലും അശുദ്ധിയോടെ ഈ പൂജ ചെയ്യാൻ പാടില്ല. മനസ്സെപ്പോഴും പ്രാർത്ഥനാ നിരതമായിരിക്കണം. രണ്ടാമതായി, ഇന്ന് സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ സമയം നിലവിളക്ക് തെളിയിച്ചു വെക്കാനൊന്നും ശ്രദ്ധിക്കുക. നമ്മൾ ചന്ദ്രനെ കാണുന്ന കാര്യം പറഞ്ഞു. രാത്രി 8:05 വരെയാണ് ആ ഒരു സമയം. ആ ഒരു 8 മണി വരെയെങ്കിലും വിളക്ക് നിലനിർത്താനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. കരിന്തിരി കത്താതെ നോക്കുകയും വേണം. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായി, ഈ ദിവസം യാതൊരു കാരണവശാലും ആരോടും ദേഷ്യപ്പെടാനോ വഴക്കിടാനോ പാടില്ല. വീട്ടിലെ സമാധാനത്തിലാണ് ലക്ഷ്മി കടാക്ഷം നിലനിൽക്കുന്നത്. ഇതെല്ലാവരും എല്ലായ്പ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമാണ്. വീടെപ്പോഴും ശാന്തവും ഭക്തി സാന്ദ്രവുമായിട്ട് സൂക്ഷിക്കുക. അമ്മ മനസ്സുകളിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വിഷമങ്ങള്, സങ്കടങ്ങള് മക്കളെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ടാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണെങ്കിലും ഇതെല്ലാം ഈ പൗർണമി ദിവസം ലക്ഷ്മി നാരായണ ശക്തിയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് സമർപ്പിച്ചോളൂ. ഉറപ്പായിട്ടും അമ്മ മനസ്സിലെ ആ വിഷമങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. ഒപ്പം എന്റെ പ്രാർത്ഥനയും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട്. നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഈ വർഷത്തെ കർക്കിടക പൗർണമി വ്രതം നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ പൂർണ്ണ ഭക്തിയോടുകൂടി ഓം നമോ നാരായണായ എന്ന പ്രാർത്ഥനയോടുകൂടി എഴുതുമല്ലോ. സാക്ഷാൽ ലക്ഷ്മി നാരായണന്റെ അനുഗ്രഹം, ചന്ദ്രദേവന്റെ അനുഗ്രഹം, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറ്റമ്മമാരിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവർക്കും അറിവില്ലാത്ത കാര്യമാണെങ്കിൽ ഒന്ന് അറിഞ്ഞ് ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കാരണം സമയം ഇനിയും അധികമില്ല. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും സന്തോഷം. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.